ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് വന്നിട്ടുള്ളത് വേനൽക്കാലത്ത് എന്തൊക്കെ ചെയ്യാൻ മുടിയില്ല എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അമ്മ ഉലുവയുടെ ഒരു മാസ്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇന്ന് അമ്മ അതല്ല, ഉലുവയെ പറ്റിയിട്ടാണ്, ഉഴുന്നിനെ പറ്റിയിട്ടാണ് ഇന്നട്ടോ, ഉലുവയെ പറ്റിയിട്ടല്ല. അതിന് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് അറിയോ? ആ തലയിൽ തേക്കണേന് അതിപ്പോ നമ്മൾ മാസ്ക് ആയിട്ട് അത്ര ടൈറ്റിൽ എടുക്കില്ല കേട്ടോ. ഒന്ന് പാല് പോലത്തെ വെള്ളം പോലെ നമുക്ക് പറ്റുള്ളൂ. കാരണം തലേന്ന് കഴുകി പോവില്ല, അത് ഇത്തിരി ഒട്ടിപ്പുള്ള സാധനമാണ്. മുടിയിൽ നിന്ന് നമ്മൾ കുളിമുറിയിലല്ലേ കുളിക്കുക. കുളത്ത് കുളിക്കണവർക്ക് അത് ടൈറ്റിൽ അരച്ച് തേച്ച് കുളിക്കുക കേട്ടോ. അല്ലാത്തവരൊന്ന് ലൂസിൽ കലക്കുകയാണ് നല്ലത്. അതിനെന്തൊക്കെയാ വേണ്ടെന്ന് അമ്മ പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് 2-3, നിങ്ങളുടെ മുടി എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം. അത് നമുക്ക് ഏറലോ കുറയലോ അങ്ങനെയില്ല, മുടിക്ക് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അമ്മ എടുക്കുന്നത് ഒരു 2 സ്പൂണ് ഉഴുന്നാണ്. അതമ്മ കഴുകി ഉണക്കി വെച്ച ഉഴുന്നാവുകൊണ്ട് കഴുകണത് കാണിച്ചു തരുന്നില്ല. അതിലമ്മ പാരണത് തിളപ്പിച്ചാർച്ച വെള്ളമാണ്. ഓക്കെ, തിളപ്പിച്ചാറിയ വെള്ളമാണ്. അത് രാത്രി കുതിരാട്ടിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ മിക്സിയുടെ ചെറിയ ജാറിൽ എടുത്തിട്ട്, അത് ഇനി മിസ്സായി പോയോ എന്താ അറിയില്ല, എടുത്തപ്പോ ഒരു 2 ചെമ്പരത്തി 3 ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ട് ഇത് നമ്മൾ ക്രഷ് ചെയ്യണുള്ളൂ. ക്രഷ് ചെയ്യുക, അരയ്ക്കുന്നില്ല. എന്നിട്ട് നമ്മൾ സാധാ തോർത്ത് വെച്ച്, നിങ്ങളുടെ അടുത്തൊക്കെ നല്ല ഷോൾ ഉണ്ടാവില്ലേ ചുരിദാറിന്റെ, അതിൽ പിഴിഞ്ഞാൽ മതി കേട്ടോ. ചണ്ടിയൊന്നും പെടാതെ കിട്ടും. അമ്മ ഒരു ഈരഴ തോർത്ത് വെച്ചിട്ട് പിഴിഞ്ഞു. എന്നിട്ട് നമ്മ സാധാരണത്തെ പോലെ എണ്ണയൊക്കെ തേച്ച്, മുടിയൊക്കെ ചീന്തി വെച്ച മുടി കേട്ടോ, എണ്ണ തേച്ചെണ്ണു, മസാജ് ചെയ്തെണ്ണു, ഇളം ചൂടുള്ള എണ്ണ എടുത്ത് അമ്മ മസാജ് ചെയ്തെണ്ണു ഓൾറെഡി എന്നും പറയുന്നതല്ലേ, വീഡിയോ ലോങ് ആവണ്ട വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ അമ്മ സാധാ എണ്ണ എടുത്ത് മസാജ് ചെയ്ത മുടിയാണ്. അപ്പൊ ഈ ഉഴുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല തണുപ്പാണ് മുടിക്ക്, നല്ലതാണ് കേട്ടോ. മുടി വളർച്ച കൂട്ടും, കുട്ടി കുട്ടി മുടികൾ ഉണ്ടാവും. പിന്നെ നമ്മളെ മുടി കട്ട പിടിക്കലൊക്കെ കുറെ ഭേദാവും. കട്ട പിടിക്കണവർക്ക് കട്ട പിടിക്കില്ല കേട്ടോ. അപ്പൊ അമ്മ നമ്മളെ മുടി കട്ട പിടിച്ച് പോവാതിരിക്കാൻ, പൊട്ടി പോവാതിരിക്കാൻ, അതുപോലെ ഈ തലപ്പൊക്കെ നമ്മളുണ്ടല്ലോ 2 ഇഴയായിട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കണം, അതൊക്കെ മാറാൻ, അതിനൊക്കെയാണ് കേട്ടോ ഉഴുന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മുടിയുടെ ഓരോ കെയർ ചെയ്യുമ്പോഴും മാസത്തിലൊരു 2 മാസം കൂടുമ്പോ നമ്മളെ മുടിയുടെ തലപ്പ് ഒരു 1/4 ഇഞ്ചെങ്കിലും നിങ്ങൾ വെട്ടാൻ ശ്രമിച്ചോളൂ കേട്ടോ. എന്നാ തലപ്പ് പൊട്ടൽ പറ്റ പോയി നമ്മൾക്ക് കട്ടിയോടുകൂടി മുടി വളരും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നില്ലേ, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതിനിപ്പോ എങ്ങനെ തലയിൽ തേക്കാന്ന് അമ്മ കാണിച്ചു തരാം. ഒന്നും അധികം തേക്കാനൊന്നും ഇല്ല, അമ്മ ലൂസായിട്ടാ കലക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ അത് നമ്മള് അതിൽ 2 കറിവേപ്പില, അത് അമ്മ പറഞ്ഞില്ല അല്ലെ, 2 കറിവേപ്പില ഇട്ടണം. ഒരു കതിർപ്പ് കേട്ടോ, ഒരു കതിർപ്പ് കറിവേപ്പില. കണ്ടല്ലോ, ലൂസായ വെള്ളാണ്. ഇതിനി അമ്മ തലയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നും ചെയ്യാല്ലേ, കണ്ടോ. ഇങ്ങനത് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ കലക്കിക്കോളൂ. നമ്മൾ മുരട് മുതൽ തലപ്പ് വരേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഇതമ്മ മുഴുവൻ തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അമ്മ തലയുടെ എല്ലാ ഭാഗത്തും കുമ്പിട്ട് നിന്നിട്ടൊക്കെ എല്ലായിടത്തും തേച്ചു കേട്ടോ. ഇനി ജലദോഷമോ നീരിറക്കോ ഉള്ളവരാണെങ്കിൽ ഇത് ഒരു 10 മിനിറ്റിൽ കഴുകി കളഞ്ഞോളൂ. അല്ലാത്തവർ 15-20 മിനിറ്റ് വെച്ചാലും ദോഷമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളെന്ന് നമ്മോട് പറയണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പൊ അമ്മ പറയട്ടെ, ആദ്യം നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഗുണപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അമ്മയെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും